അസ്സലാമലൈക്കും ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ? വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുക. വീഡിയോ അവസാനം വരെ കാണുക. ഇതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ അറിയുക, യൂസ് ചെയ്യുക എല്ലാവരും. ഇത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന തണ്ണിമത്തങ്ങയുടെ തൊലിയാണ്. അത് വളരെ ആരോഗ്യകരവും രുചികരവുമാണ്. അതിലേറെ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉള്ളതിനെ തീർച്ചയായും നമ്മളാരും ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയത്തില്ല. അത്രയും ബെനിഫിറ്റ്സാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കി ഞാനത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ തൊലി എടുത്തു, അതിൻ്റെ പുറം തൊലിയൊക്കെ കളഞ്ഞു. നേരത്തെ കണ്ടതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് അത് അടുപ്പത്ത് വെച്ച് ആദ്യം അതിലെ വെള്ളങ്ങൾ അത്രയും വറ്റണം. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് പഞ്ചസാര കുറച്ചേ ഇടത്തുള്ളൂ. പിന്നെ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പിന്നെ ബാലൻസിന് ഒരു നുള്ളുപ്പുമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കിതൊന്നും ഇല്ലാതെയും വെറും മധുരം മാത്രം യൂസ് ചെയ്ത് ഇത് ഡ്രൈ ചെയ്ത് നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മത്തങ്ങ കിട്ടുമ്പോൾ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കും. വളരെയധികം ഇതിൽ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയത്തില്ല. ഇത് ഇത്രയും നമ്മളതിൻ്റെ മധുരമൊക്കെ അതിലോട്ട് ബാലൻസായി. ഇത് വളരെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കണ്ടോ, ഈ രീതിയിലാകുമ്പോഴത്തേക്കും ഇത് മാറ്റി വയ്ക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഡ്രൈ ചെയ്തെടുക്കാം. അല്ല ഡ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ കരിഞ്ഞു പോകും, അത് സൂക്ഷിക്കുക. അതിൻ്റെ മിതമായ ചൂട് അറിയാമെന്നുള്ളവർ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഞാനിത് ഇപ്പോൾ വെയിലത്തോട്ട് കൊണ്ടുവച്ചു. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ തൊലിയിൽ വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട് എന്നിവയും വളരെ അധികം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ കൊമുറുത കേശങ്ങളെ നീക്കം ചെയ്ത് തിളക്കം നൽകാനും ചർമ്മത്തിന് ആരോഗ്യം നൽകാനും വളരെ നല്ലതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ നാരുകൾ നമുക്ക് ദഹനത്തിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് ആരും കളയരുത്. എല്ലാവരും മാക്സിമം ഇത് ഉണ്ടാക്കി കണ്ടെയ്നറിൽ ചില്ല് പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും കണ്ടെയ്നറിൽ അടച്ച് ഉണക്കി വെച്ച് ഒരു 2 ദിവസത്തെ ഉണക്കും മതി കേട്ടോ. ഇത് ആദ്യത്തെ ഒരു ഉണക്കാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം കൂടി ഇത് ഒരൊറ്റ ദിവസത്തെ ആദ്യ ദിവസത്തിലെ ഉണക്കിലാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ ദിവസം കൂടെ ഞാൻ വെച്ചപ്പോഴത്തേക്ക് മതി. അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് തണ്ണിമത്തങ്ങയുടെ തൊലി. നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ്, കൊറിയൻ ഒരു ചാനലിൽ കണ്ടിട്ടാണ് ഞാനിതിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാനിത് കളയാറില്ല. ഇത് രണ്ടാമത്തെ ദിവസം ഞാൻ ഉണക്കിയെടുത്തു. എന്നിട്ട് ഞാനൊരു കുഞ്ഞു ജാറിലാക്കി. ആ ഒരു ചെറിയ മത്തങ്ങയുടെ തൊലി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഉണങ്ങി വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ. ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ ഹാർഡായിട്ടുള്ള പണിയും ഇല്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. അസ്സലാമു അലൈക്കും.